തീർത്തും സൗഹൃദപരം. പിന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യല്ലോ, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. അല്ല, അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു ഇതിന്റെ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ. പക്ഷെ പൊതുവായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർണ്ണമായും കോൺഗ്രസ് തീരുമാനിക്കുന്നതാണല്ലോ. അത് കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിക്കും, അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒന്നാണ്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് സ്വാഭാവികമായിട്ടും അത് KPCC നേതൃത്വത്തോട് അഭിപ്രായം പറയും. അതുപോലെ ജില്ലയിലെ നേതൃത്വത്തിനും അതിൻ്റെതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാവും. അല്ല, അത് കോൺഗ്രസ് ആണ്, അതിനകത്ത് 100% കോൺഗ്രസ് ആണ്. അതിന്റെ ഏതെല്ലാം ഘടകങ്ങളെ നോക്കിയിട്ട് കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ ആരാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് എന്ന് ആലോചിച്ച് പാർട്ടി ഒരു തീരുമാനം എടുക്കും. ആ രീതിയിലുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് കോൺഗ്രസ് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കണം. അപ്പോൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ ആരാണ് കൂടുതൽ നല്ലത്, ഒരേപോലുള്ള സ്ഥാനാർത്ഥികൾ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിച്ച് പാർട്ടി തീരുമാനം പറയും. അല്ല, അതൊക്കെ നിങ്ങളാണോ സമവായത്തിലെത്തിയില്ല? 2 പേരുണ്ട്, ഇന്ന് വേറും പേരുകൾ വന്നിട്ടുണ്ട്, 3 പേര് വന്നിട്ടുണ്ടെന്നൊക്കെ ഏതോ ചാനലിൽ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമാണ്, കോൺഗ്രസിനകത്ത് ഒരുപാട് നല്ല നേതാക്കളുണ്ട്. നേതാക്കളുടെ കുറവൊട്ടുമില്ല. ഏത് സീറ്റിലേക്ക് മത്സരിക്കാൻ പറ്റിയ കഴിവുള്ള പ്രാഗൽഭ്യമുള്ള നേതാക്കൾ ഉണ്ട്. അതാണ് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത, കോൺഗ്രസിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇതുവരെ CPM-ന് ആരാണെന്ന് പേര് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് അതിനൊക്കെ കൊള്ളാവുന്ന ഒട്ടനവധി നേതാക്കളുണ്ട്. അപ്പോൾ അതിനകത്തൊരു തെരഞ്ഞെടുപ്പുണ്ട്, ആരാണ് ഏതെല്ലാം സാഹചര്യത്തിൽ ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു പ്രക്രിയ കൂടി പാർട്ടി നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും UDF അതിനകത്ത് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. ഞാൻ മുമ്പേ സൂചിപ്പിച്ചാണ്, നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിക്കും. അത് ലഭിക്കുന്നതിന് ആരൊക്കെ അത് ഗുണം ചെയ്യുന്നു അവരുമായിട്ടൊക്കെ UDF എല്ലാ വോട്ടുകളും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണല്ലോ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കൂടിക്കാഴ്ച തീർത്തും അവിചാരിത. നിങ്ങളിവിടെ വന്നൊക്കെ നമ്മൾ അറിയില്ലല്ലോ. മലപ്പുറത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലേ മലപ്പുറം എന്ന് പറയുന്നത്. ഞാൻ വേറെ ആവശ്യം വന്നാ പന്നിയോടുണ്ട്, ഞങ്ങൾ കണ്ടു സംസാരിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ പൊതുവായ രാഷ്ട്രീയം, നിലമ്പൂർ രാഷ്ട്രീയം, നിലമ്പൂർ ഇലക്ഷനാണല്ലോ പരമപ്രധാനമായിട്ടില്ലേ. രാഷ്ട്രീയക്കാർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം സംസാരിക്കും. അല്ലാതെ ഇപ്പോൾ ഒരു സ്വകാര്യ ചർച്ചയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഇത്ര സ്ഥലങ്ങളുണ്ട്, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ താങ്കൾക്കൊരു റോളുണ്ട്. അത് അനിൽകുമാർ ആണെങ്കിൽ അവിടെ സംഘടനാപരമായി ചുമതലയുള്ള ആളുമാണ്. അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ നമുക്കൊരു റോളില്ല. P അനിൽകുമാർ MLA അവിടെ ചാർജ് ഉള്ളതിൽ സ്ഥിതിക്ക് പുള്ളിക്ക് ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ട് കൂടുതൽ വലിയ കാര്യ ഉത്തരവാദിത്തമല്ല UDF ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ഒരു നിജസ്ഥിതിയും എന്താണ് സാഹചര്യങ്ങൾ എന്ന് വിലയിരുത്തല്ലോ. അത്തരത്തിലുള്ള സംസാരത്തിൽ അപ്പുറമില്ല. സ്ഥാനാർത്ഥി സാധ്യതകളൊക്കെ ചർച്ചയായി. അത് സ്വാഭാവികമല്ലേ, രാഷ്ട്രീയമല്ല സംസാരം. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെടാതെ നിൽക്കുന്ന ആ ചർച്ചകൾ നടക്കുമ്പോൾ ഇതൊക്കെ അതിൽ ഭാഗമായിട്ട് ചർച്ചകളാവുമല്ലോ. ആര് സ്ഥാനാർത്ഥിയാണോ എന്നതിൽ അൻവറിന്റെ അഭിപ്രായം അല്ല, അതിപ്പോ സ്വാഭാവികമായിട്ട് അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് പേഴ്സണൽ മാറ്റേഴ്സ് ആയിട്ട് കണ്ടാൽ മതി. അല്ല, അതിൽ ഉറച്ചു നിൽക്കാന്നുള്ള ഞാൻ അന്ന് തന്നെ ഡിമാൻഡ് റിക്വസ്റ്റ് എന്നാണ്. അത് വാക്കുകൾ ആ പത്രസമ്മേളനം രാജിവെച്ച പത്രസമ്മേളനം എടുത്തൊക്കെ കാണാം. അതൊരു റിക്വസ്റ്റാണ്. ആ റിക്വസ്റ്റ് എന്ന് പറഞ്ഞതാണ്. ആ റിക്വസ്റ്റും ഈ കൂട്ടത്തിൽ അവർ പരിഗണിക്കുന്നുണ്ടാവും, അത്രേ ഉള്ളൂ. തീരുമാനമെടുക്കേണ്ടത് UDF ലീഡർഷിപ്പാണ്. അത് അവർക്ക് തീരുമാനമെടുക്കാം.